ഇന്നതാ നമുക്കൊരു പൊതിച്ചോറ് കിട്ടിയാലോ, ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മീനെടുത്ത് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അത് അസംബ്ലിക്ക് പോകാൻ നിൽക്കുമ്പോൾ നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ പറമ്പിലോട്ട് പോയി 2 കാന്താരി മുളക് അതിലില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഇങ്ങ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ചമ്മന്തി അരയ്ക്കാം. ചോറിൽ സ്പെഷ്യൽ ചമ്മന്തിയാണല്ലോ, എപ്പോഴും ഉള്ള ഒരു ഡിഷാണ് ചമ്മന്തി. അപ്പോൾ അതിന് ഞാൻ മിക്സിയിലിട്ട് തന്നെയാണ് കറക്കി ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇല മുറിക്കാനായിട്ട് പോയപ്പോൾ അപ്പുറത്തെ മാമൻ കുറച്ച് ഉടങ്ങല്ലി മുളക് തന്നത്. അപ്പോൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞതിന് മുമ്പ് തന്നെ. എന്നിട്ട് ഞാൻ ഈ മുളകിനെ എടുത്ത് കുറച്ച് തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അതിലോട്ട് ഇടിച്ച് ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എരി കൂടി പോകുന്നുള്ളതുകൊണ്ട് ഈ ചമ്മന്തിയുടെ കൂടെ ഈ മുളകും തേങ്ങയും കൂടെ കൂടെ എടുത്ത് ആഡ് ചെയ്ത് ഉരുട്ടി വീണ്ടും എടുത്തിട്ടുണ്ട്. സാമ്പാർ അവിടെ തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് പൊതി കെട്ടി തുടങ്ങി. ആ മീനും എല്ലാം കൂടെ എടുത്തിട്ട് തോരനും കൂടെ പാക്ക് ചെയ്ത് ഇലയിലകത്താക്കിയിട്ടുണ്ട്. സാമ്പാറും കൂടെ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനെയും കൂടെ പാക്ക് ചെയ്ത് നമ്മൾ പൊതിച്ചോറ് ഇവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.